നിനക്ക് വിശ്വാസമായിരിക്കില്ലേ, നീ ചെന്ന് അവളുടെ വീട്ടിൽ പോയി നോക്ക്. അപ്പൊ നിനക്ക് മനസ്സിലാവും നിന്റെ പുന്നാര ഭാര്യ നിന്നെ വില വെക്കുന്നവളാണോ അല്ലയോ എന്ന്. മോനെ ഇപ്പൊ തന്നെ ലേറ്റായി. നീ കേക്ക് കട്ട് ചെയ്തോ, എല്ലാവർക്കും പോണ്ടതല്ലേ. കഴിച്ച ആ ദേവു, കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുക്കും. രേവതി, സച്ചിയെ കാണുന്നില്ലല്ലോ, അവനെന്താ വരാത്തെ? അതെ, സച്ചി അത്യാവശ്യമായിട്ട് രോട്ടും പോയിരിക്കുക. വരും. കേക്ക് കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഇനി എടുക്കാൻ ഞാൻ. അതെ, ഞാൻ തന്നെ. നിന്റെ അനിയന്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ നടക്കല്ലേ, ഒരു പീസ് കേക്ക് കഴിച്ചിട്ട് പോകുന്ന കരുതി. ചെറിയ പീസ് മതിയായിരുന്നു, ഇത് കുറച്ച് വലുതായി പോയി അല്ലേ. സാരമില്ല. സച്ചേട്ടൻ വരുന്നു. മോനെ നീ വന്നല്ലോ, സന്തോഷായി. എല്ലാം മറന്ന് സച്ചേട്ടൻ വന്നല്ലോ, താങ്ക്സ്. ഞാൻ കേക്ക് കഴിക്കാൻ വേണ്ടി വന്നതല്ല, ഒരു കാര്യം അറിയാൻ വേണ്ടി വന്നതാ. അതറിഞ്ഞു. ഞാൻ കല്യാണം കഴിച്ച രേവതി എന്ന് പറയുന്ന വ്യക്തിയുണ്ടല്ലോ, അവർക്ക് ഭർത്താവിനോടാണോ അതോ അനിയനോടാണോ കൂടുതൽ സ്നേഹം എന്ന സംശയം ഉണ്ടായിരുന്നു. ഇപ്പൊ ആ സംശയം തീർന്നു. നീ തീർത്തു ആരോടാണെന്ന് മനസ്സിലായി. അനിയനോട് സ്നേഹം കൂടിപ്പോയല്ലേ. വേണ്ടരുത്. നിന്നോട് ഞാൻ എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞ നീ കേൾക്കില്ലല്ലേ. കുറച്ചു മുമ്പ് എന്റെ അമ്മ എന്നോട് പറഞ്ഞായിരുന്നു, നിന്റെ ഭാര്യ അവളുടെ അനിയന്റെ ബർത്ത്ഡേ ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ വേണ്ടി അവളുടെ വീട്ടിൽ പോയിരിക്കുകയാണ്. പക്ഷെ ഞാനത് വിശ്വസിച്ചില്ല. എന്റെ വാക്ക് ധിക്കരിച്ച് എന്റെ ഭാര്യ എവിടെയും പോകില്ലെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു. നീ എന്നെ ചെരുപ്പുകൊണ്ട് അടിക്കുന്നതിന് തുല്യല്ലോ ഇത്. എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? സന്തോഷമായി. മോനെ സച്ചി, സച്ചി നിക്ക മോനെ, മോനെ മോനെ സച്ചി, സച്ചി മോനെ ഞങ്ങൾ നിർബന്ധിച്ചതുകൊണ്ട് അവള് വന്നത്. പ്ലീസ് സച്ചി, അമ്മ പറഞ്ഞിട്ട് രേവതി വന്നു. സച്ചി മോനെ, സച്ചി മോനെ, സച്ചി മോനെ. പോകുമ്പോട്ടായി ഭാവമല്ല, വരുമ്പോ അവൻ നന്നായി കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. നേരത്തെ പോയിട്ട് അച്ഛാ, ഞാൻ പൂവിക്കാൻ പോയതല്ല, വീട്ടില് പോയതാ. ഇന്നെന്റെ അനിയന്റെ ബർത്ത്ഡേ ആയിരുന്നു. ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു വീട്ടിലെ. അല്ല, എന്നിട്ട് എന്നോട് പറയാതിരുന്നേ? ഞാൻ വരുന്നില്ലേ കൂടെ? ചെറിയ ഫംഗ്ഷൻ അല്ലേ അച്ഛാ, അതാ പറയാതിരുന്നേ. ഞാൻ പോലും പോകുന്നില്ല എന്ന് വിചാരിച്ചതാ. പിന്നെ അവൻ വിളിച്ചപ്പോ പെട്ടെന്ന് പോയതാ. അല്ല, സച്ചി വന്നിരുന്നില്ലേ? എന്താ മോളെ, അവൻ വന്നില്ലേ? വന്നിരുന്നു അച്ഛാ. നിന്റെ അനിയനോട് ഒരു ദേഷ്യം ഉണ്ടെങ്കിലും അവൻ ഫംഗ്ഷൻ വന്നല്ലോ. എന്നിട്ട് അവനോടെ ട്രിപ്പിന് പോയി. ഞാൻ ശോന്റെ വീട് പോയിട്ട് ഉണർത്തേക്ക്. എന്താ അമ്മ, നിനക്കെന്താ കണ്ണു പിടിക്കുന്നില്ലേ? ഇങ്ങനെ എടുത്ത് ഇവിടെ ഉണ്ടെന്നുള്ള ഭാവം പോലും ഇല്ലല്ലോ. അമ്മ എന്തിനാ എന്നെ വിളിച്ചെന്ന് പറ. നിന്റെ അനിയന്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിരുന്നു. നിന്റെ കെട്ടിയവൻ അവിടെ വന്നിരുന്നു എന്ന് പറഞ്ഞിരുന്നല്ലോ. അവൻ അവിടുന്ന് ഭക്ഷണം കഴിച്ചിരുന്നോ? എങ്ങനെ കഴിക്കാനാ? അവൻ ഫംഗ്ഷന് പോണ്ടാന്ന് പറഞ്ഞിട്ട് നീ പോയി. അവനൊരു മണ്ടൻ. ഭർത്താവിനെ ബഹുമാനിക്കുന്ന, ഭർത്താവ് വരച്ച് വരയിൽ നിൽക്കുന്ന ഭാര്യയാണ് എന്റെ ഭാര്യ എന്ന് ആ പാവം കരുതി സന്തോഷത്തോടെ വീട്ടിലേക്ക് വന്നിട്ട് ഇവിടെ എന്റെ പുന്നാര ഭാര്യ എന്ന് ചോദിച്ചു. ആ മഹാറാണി അവളുടെ അനിയന്റെ ബർത്ത്ഡേ ഫംഗ്ഷനിൽ പങ്കെടുക്കാനായിട്ട് അവളുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണെന്ന് ഞാൻ അവനോട് പറഞ്ഞു. അപ്പൊ അവനത് വിശ്വസിച്ചില്ല. നീ ശരിക്കും ആരാണെന്ന് അവനറിയില്ലല്ലോ. നീ അവന്റെ മുന്നില് പറഞ്ഞാ കേൾക്കുന്ന ഭാര്യയായി നല്ലവളായി അഭിനയിക്കല്ലേ. നീ അങ്ങനെയാണെന്നാണല്ലോ അവന്റെ വിചാരം. ഫംഗ്ഷന് പോകണ്ടെന്ന് ഞാൻ അവളോട് പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞ കേൾക്കുന്നവളാ എന്റെ ഭാര്യ. അവൾ ഒരിക്കലും എന്നെ ധിക്കരിച്ച് പോവില്ല. അവള് പൂ വിൽക്കാൻ പോയതാ. ഞാൻ കള്ളം പറയണമെന്നാ ആ മണ്ടൻ എന്നോട് പറഞ്ഞത്. നിനക്ക് ഞാൻ പറഞ്ഞത് വിശ്വാസമായില്ലെങ്കിൽ നീ അവളുടെ വീട്ടിൽ ചെന്ന് നോക്കുന്നത് ഞാൻ അവനോട് പറഞ്ഞു. അവശാരം വിട്ട പോലെ ചീറിപ്പാഞ്ഞു വന്നു നിന്റെ വീട്ടിലേക്ക്. നിന്നെ അവൻ അവിടെ കണ്ടു. നീ ആരാണെന്ന് ഇപ്പൊ അവന് ശരിക്കും മനസ്സിലായി. നല്ല കാര്യം അമ്മ ചെയ്ത്, വളരെ സന്തോഷം. അതേടി, എനിക്കറിയാടി. ഇനി നീ നന്നായിട്ട് അനുഭവിക്കും. നിന്നെ കൊണ്ടേ അവൻ അനുഭവിപ്പിക്കും. ഇനി നീ ഈ വീട്ടിൽ എത്ര നാളുണ്ടാവുന്ന നീ എണ്ണാൻ തുടങ്ങിക്കോ. കാര്യം അറിയാൻ വേണ്ടി വന്നതാ. ഞാൻ കല്യാണം കഴിച്ച രേവതി എന്ന് പറയുന്ന വ്യക്തിയുണ്ടല്ലോ, അവർക്ക് ഭർത്താവിനോടാണോ അതോ അനിയനോടാണോ കൂടുതൽ സ്നേഹം എന്ന സംശയം ഉണ്ടായിരുന്നു. ഇപ്പൊ ആ സംശയം തീർന്നു. നീ തീർത്തു. രേവതി ചേച്ചി വീട്ടിൽ പോയിട്ട് വന്നല്ലേ? എങ്ങനെയുണ്ടായിരുന്നു ബർത്ത്ഡേ ഫംഗ്ഷൻ? എന്താ ചേച്ചി, എന്താ വല്ലാതിരിക്കുന്നത്? എന്ത് പറ്റി? സച്ചിയുടെ വീട്ടിൽ വന്നിരുന്നു. സച്ചിയുടെ വന്നോ? സച്ചിയുടെ വരരുതെന്ന് ചേച്ചിയുടെ അനിയൻ പറഞ്ഞല്ലേ? പിന്നെന്തിനാ വന്നേ? എന്നെ കാണാൻ വേണ്ടി വന്നതാ. ഞാൻ ഫംഗ്ഷന് ചെന്നിരുന്നു ഉറപ്പിക്കാൻ. ചേച്ചി ഫംഗ്ഷൻ പോയാലും സച്ചിയുടെ എങ്ങനെയാ അറിഞ്ഞേ? ആരാ സച്ചിയോട് പറഞ്ഞേ? ഇവിടുത്തെ അമ്മയെ പറഞ്ഞു. ഈ ആന്റിയുടെ ഒരു കാര്യം, ഈ ആന്റിക്ക് എന്താ വേറെ ഒരു പണിയുമില്ലേ? സച്ചേട്ടൻ ചേച്ചിയോട് ദേഷ്യപ്പെട്ടായിരുന്നോ? വഴക്ക് പറഞ്ഞോ? ദേഷ്യമില്ലാതിരിക്കോ? അവിടെ വെച്ച് കൂടുതലൊന്നും പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഇവിടെ വന്നാ അറിയാം. വേണ്ടായിരുന്നു. ചേച്ചി പോകുന്നില്ലെന്ന് തീരുമാനിച്ചതായിരുന്നു. ഞാൻ നിർബന്ധിച്ച് പറഞ്ഞു വിട്ട. സച്ചേട്ടൻ അവിടെ വെച്ച് കൂടുതലൊന്നും പറഞ്ഞില്ലല്ലോ. അതൊരു വലിയ വിഷയമായിട്ട് എടുത്തു കാണില്ല. പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. വഴക്കും പറയില്ല. ചേച്ചി ടെൻഷൻ ആവാതെ കേട്ടോ. ചേച്ചി, ഞാൻ നല്ല ടയർഡാ. ഞാൻ റൂമിലുണ്ടാവും. കുറച്ച് സമയം റെസ്റ്റ് എടുക്കട്ടെ. ശരി, പോട്ടെ. അമ്മേ, കുടിച്ചിട്ടാണല്ലേ വന്നിരിക്കുന്നത്? ഇത്ര നാളെ കുടിക്കാനാണല്ലോ വന്നേ. ഇപ്പൊ എന്താ പറ്റിയേ? ഞാൻ കുടിക്കാൻ എന്റെ ഇഷ്ടം. സച്ചേട്ടൻ വന്നേ. എനിക്ക് ആരാ? ആരുമില്ല. എന്നെ ആരും വില വയ്ക്കുന്നത് പോലുമില്ല. എന്റെ ഭാര്യനെ വില വയ്ക്കുന്നില്ല. ഞാൻ പറയുന്നത് കേൾക്കുന്ന പോലുമില്ല. സച്ചേട്ടൻ എന്തിനാ കുടിച്ചെന്ന് എനിക്ക് മനസ്സിലായി. സച്ചേട്ടൻ പോണ്ടെന്ന് പറഞ്ഞിട്ടും ഞാൻ പോയി. ഞാൻ എന്തുകൊണ്ടാ പോയത്? നീ ഒന്നും മിണ്ടരുത്. എന്തിനാ കാരണങ്ങൾ പറയുന്നത്? ഞാൻ ആരാ നിനക്ക്? ഞാൻ ആരുമല്ല. ഞാൻ വെറും മണ്ണൻ. എനിക്കെന്തറിയാം? എന്നെ വില വയ്ക്കേണ്ട ആവശ്യമുണ്ട്. സച്ചേട്ടാ, ഇങ്ങനെയൊന്നും പറയുന്നേ. പറയുന്നൊന്ന് കേക്ക്. മിണ്ടരുത്. നീ ഒന്നും പറയണ്ട. ഇങ്ങനെ ഒച്ച വെക്കില്ലേ? ഒച്ച വയ്ക്കാൻ പാടില്ലല്ലേ? ശരി, ഞാൻ ഒച്ച വയ്ക്കുന്നില്ല. നീ പറയുന്നത് ഞാൻ ഇങ്ങനെ കേൾക്കാം. പക്ഷേ ഞാൻ പറയുന്നത് നീ കേൾക്കില്ലല്ലോ. കേട്ടോ? ഇതിന് മുന്നേ നീ ഇത് ചെയ്യരുത് അത് ചെയ്യരുത് ഒരു തവണയാണ് ഞാൻ നിന്നോട് പറഞ്ഞോ? ഒരു തവണ, ഒരേ ഒരു തവണയാണ് ഞാൻ നിന്നോട് പോരെന്ന് പറഞ്ഞത്. പക്ഷേ നീ അത് കേൾക്കാതെ പോയി. എനിക്ക് മനസ്സിലായിട്ടോ. നീ
നീ എന്നെ എത്രമാത്രം വില വയ്ക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. സച്ചേട്ടാ അങ്ങനെയൊന്നും പറയല്ലേ. മാറ്. ഇവിടെ ഈ സ്ഥലത്ത് വെച്ച അമ്മയോട് ഞാൻ പറഞ്ഞത് എന്നെ അനുസരിക്കുന്നതാണ് എന്റെ ഭാര്യയാന്നാ. എന്നെ നിൽക്കരുത് അവിടെ എവിടെയും പോയില്ലാന്നാ. എന്നെ നോക്കി എന്റെ അമ്മ പരിഹസിച്ച് ചിരിച്ചു. എന്നെ മണ്ടനെന്ന് വിളിച്ചു. മണ്ടൻ. അത് ശരിയാ ഞാനൊരു മണ്ടനാണെന്ന് എനിക്കത് ഇപ്പോഴാ മനസ്സിലായത്. എന്നെ ഞാൻ അത്രമാത്രം വിശ്വസിച്ചിരുന്നു. സച്ചേട്ടാ ഞാനിപ്പോ എന്ത് പറഞ്ഞാലും അതൊന്നും സച്ചേട്ട തന്നെ കേറില്ല. ഞാൻ ചെയ്തത് തെറ്റാ. എന്നോട് ഇപ്രാവശ്യത്തേക്ക് ക്ഷമിക്കും. എനിക്ക് പോവാതിരിക്കാൻ കഴിയില്ലായിരുന്നു. എന്റെ അനിയനോടുള്ള സ്നേഹം. അനിയനോടുള്ള സ്നേഹമുണ്ട്. പക്ഷെ പാവം ഭർത്താവിനോട് ഒരു സ്നേഹവുമില്ല. സച്ചിനോട് എനിക്ക് സ്നേഹമില്ലേ? സച്ചേട്ട അവനെന്റെ അനിയനല്ലേ. അവന്റെ പിറന്നാൾ ഫംഗ്ഷന് ഞാൻ എങ്ങനെ പോവാതിരിക്കാനാ? അച്ഛനില്ല അവന്, ഞാനാണ് അവന്റെ. സെന്റിമെന്റ്സ് തുടങ്ങി. അവന് മാത്രമാണോ അച്ഛനില്ലാത്തത്? അച്ഛനില്ലാതെ എത്രയോ കുട്ടികള് നന്നായിട്ട് പഠിച്ച് നന്നായി ജീവിച്ച് വലിയ ഉയരങ്ങളെത്തിയിട്ടുണ്ട്. പക്ഷെ ഇവൻ തലതിരിഞ്ഞു പോയി. എന്തിനാ സച്ചേട്ട അവനോട് ഇത്രയും ദേഷ്യം? ആ നിങ്ങൾ എന്ത് ചെയ്തിട്ടാ? ആ കഥയിലോട്ട് ഞാൻ കടക്കാതിരിക്കുന്നതാണ് നല്ലത്. ഞാൻ പോകണ്ടെന്ന് പറഞ്ഞു. നീ എന്താ ചെയ്തേ? നീ പോയി. ഓ സന്തോഷം. സച്ചേട്ട അവർക്ക് ഞാനല്ലേ ഉള്ളൂ, പിന്നെ ഞാൻ എങ്ങനെ പോവാതിരിക്കുന്നേ? അയ്യോ, നീ ശരത്തിന്റെ ചേച്ചിയാണെന്ന് മാത്രമേ ഓർത്തുള്ളൂ. പക്ഷേ നീ സച്ചിയുടെ ഭാര്യയാണെന്നുള്ള കാര്യം മറന്നു. നീ നിന്റെ ഭർത്താവിനെ മറന്നു. നിനക്ക് വലുത് ആരാ? അവരാ. നിനക്ക് നിന്റെ അനിയനെ മതി, എന്നെ വേണ്ട. ഞാനൊരു വേസ്റ്റ്. സച്ചേട്ട എന്തൊക്കെയാ പറയുന്നത്? എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കല്ലേ. നീയല്ലേ എന്നെ വിഷമിപ്പിച്ച? അയ്യോ, നിനക്കൊക്കെ അത് വിഷമം. സച്ചേട്ട എന്റെ അനിയനെയും അമ്മയും അനിയത്തെയൊക്കെ ഉപേക്ഷിക്കണമെന്നാണോ സച്ചേട്ടി പറയുന്നത്? അവരെ സ്നേഹിച്ചാൽ നിങ്ങളോട് എനിക്ക് സ്നേഹമില്ലെന്നാണോ അർത്ഥം? ഭർത്താവ് ഒരു ഭാഗത്ത്, സ്വന്തം വീട്ടുകാരും മറ്റൊരു ഭാഗത്ത്. കല്യാണം കഴിഞ്ഞ് വരുന്ന പെണ്ണുങ്ങള് ഇവർക്കിടയിൽ കിടന്ന് എരുങ്ങ. എന്തൊരു കഷ്ടം ഇത്. പെണ്ണായി പെറുക്കരുതായിരുന്നു. ഞാൻ മറ്റുള്ളവരെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. നിന്റെ അനിയൻ ആ ശരത്ത്, അവനോട് സംസാരിക്കരുത്, അവന്റെ ബർത്ത്ഡേ ഫംഗ്ഷന് പോരുത്. ഞാൻ അത്രമാത്രല്ലേ പറഞ്ഞിട്ടുള്ളൂ. നീ അത് കേട്ടില്ല. അല്ല, നീ എന്തിനാ കേക്കണം? ഞാനാരാ നിനക്ക് ഞാൻ തന്ന സ്ഥാനം എവിടെന്നറിയോ? ഇവിടെ. പക്ഷെ നീ എനിക്ക് തന്ന സ്ഥാനം കാണണോ? നീ എനിക്ക് തന്ന സ്ഥാനം ഉണ്ടല്ലോ. എന്തേ ഇവിടെ ഈ തറയില എന്നെ കുറ്റം പറയാൻ പറ്റത്തില്ല. സച്ചിയാല ഒരു സാധാ കാർ ഡ്രൈവർ, പഠിപ്പും വിവരവും ഇല്ലാത്ത എന്റെ അനിയനാണല്ലോ കോളേജിൽ പഠിച്ചോ. ഇപ്പൊ കയ്യില് നിറച്ച് കാശൊക്കെ കാണും. അവൻ വലിയണ, ഞാനോ ഏറ്റവും ചെറിയവൻ. ഒന്നുമില്ലാതെ വെറും തറ. സച്ചേട്ടാ കുടിച്ചിട്ട് വന്ന എന്തൊക്കെയോ ഇങ്ങനെ പറയില്ലേ? കുടിച്ചാലും കുടിച്ചില്ലെങ്കിലും സച്ചി ഞാൻ മാത്രമേ പറയൂ. സച്ചേട്ടാ ഇപ്പൊ എന്താ സച്ചേട്ടന്റെ പ്രശ്നം? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നേ? നീ ഒന്നും ചെയ്തില്ല. നിങ്ങളെ പോരിങ്ങി വന്നിരിക്കുകയാണല്ലേ? അതെ. ഞാനേ അച്ഛനെ വിളിച്ചിട്ട് വരട്ടെ. പിന്നെ എന്റെ അച്ഛൻ മര്യാദയ്ക്ക് കിടന്നു പറഞ്ഞാൽ നിന്നെ പിടിക്കുന്നില്ലല്ലേ? നീ ഞാൻ പറഞ്ഞത് കേട്ടില്ല. ഇനി നീ പറയുന്നത് ഞാനും കേൾക്കില്ല. മോളി വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ സമാധാനമായിട്ട് നിന്ന് പറഞ്ഞത്. ഇങ്ങനെയുള്ള ഭാര്യമാരുടെ കൂടെ ജീവിക്കണമെങ്കിലേ ചായയും കോഫിയൊന്നും പോരാ, മദ്യം തന്നെ വേണം. കാറിന്റെ കീ ആണെന്ന് വെച്ചു 4 കാലിലായിരുന്നു ഇന്നലെ. കാറിന്റെ കീ എവിടെ വെച്ചെന്ന് പറഞ്ഞു. നീ എങ്ങനെയാ ഇവിടെ വരെ എത്തിയ? ഇന്ന് നീ കാറിന്റെ കീ മറന്നു. നാളെ നീ കാർ കൂടി മറക്കൂല. നിർത്തുന്നത് നിനക്കല്ലോ. ഞാൻ മുറിയിൽ വെച്ച കീ നീ എടുത്ത് ഇവിടെ ഒളിപ്പിച്ചു വെച്ചു. ഇന്നലെ ഞാൻ കുടിച്ചിട്ടാ വന്നെന്ന് അച്ഛൻ അറിയിക്കാൻ വേണ്ടിട്ടല്ലേ നീ ഇങ്ങനെ ചെയ്തു? ദിവസം കുടിച്ച ശരീരം പിന്നെ എന്തിനു കൊള്ളും? ആരോഗ്യമൊക്കെ പോയാ. എന്റെ ഭാര്യ ഞാൻ പറഞ്ഞു കേട്ടില്ല, അനുസരിച്ചില്ല. എന്റെ മനസ്സ് വിട്ടുപോയി.